89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മള് ലൈബ്രറി സയൻസ് എന്ന് പറയുന്ന മേഖലയെ പറ്റിയിട്ടാണ് കൂടുതലായിട്ട് അറിയാനായിട്ട് പോകുന്നത് ഉയരയിലൂടെ. സോ കുറേയധികം ആളുകൾ ഈ പുസ്തകത്തിനോട് ഭയങ്കരമായിട്ടുള്ള പ്രേമം ഉള്ളവരുണ്ടാവും. എന്തായാലും നമുക്ക് ആ ഒരു ഇഷ്ടം പ്രൊഫഷണലി കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു കോഴ്സ് അവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. സോ പുസ്തകത്തിനോട് ഇഷ്ടമുള്ളവർക്കും അല്ലെങ്കിൽ വായന ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവർക്കും ഈ ഒരു മേഖലയിലേക്ക് വരാട്ടോ. ആൻഡ് നമ്മൾ ഇന്ന് ലൈബ്രറി സയൻസിനെ പറ്റിയിട്ടാണ്, ആ ഒരു കോഴ്സിനെ പറ്റിയിട്ടാണ് ഉയരയിൽ അറിയാനായിട്ട് പോകുന്നത്. സോ കൂടുതലായിട്ട് ഈ ഒരു മേഖലയെ പറ്റി, ഈ ഒരു കോഴ്സിനെ പറ്റി നമുക്ക് വിശദീകരിച്ച് പറഞ്ഞു തരാൻ ഒപ്പം ഉള്ളത് ഉഷാകുമാരി മിസ്സാണ്. മിസ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് CPAS MG യൂണിവേഴ്സിറ്റി പുലരിക്കുന്ന് ക്യാമ്പസിലെ HOD ആണ്. മിസ്സേ, ഒരു വലിയ നമസ്കാരം പറയാണ് കേട്ടോ. നമസ്കാരം. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ലൈബ്രറി സയൻസിനെ പറ്റി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പറഞ്ഞു കൊടുത്തേക്കാം അല്ലേ? തീർച്ചയായും. യെസ്. അപ്പോൾ ഞാൻ കുറച്ച് മുൻപേ പറഞ്ഞ പോലെ തന്നെ പുസ്തകത്തിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ വായനയോട് അതിയായ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു മേഖല ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കുമോ? അവരുടെ കരിയർ ഗ്രോത്തിനും നല്ലതായിരിക്കുമോ? തീർച്ചയായിട്ടും അത് അങ്ങനെ സംഭവിക്കാം. പക്ഷേ അതിലും കൂടുതൽ ഈ ലൈബ്രറി സയൻസ് എന്ന് പറയുന്നത് ഈ ഗ്രന്ഥാലയത്തെ അഥവാ ലൈബ്രറിയെ ശാസ്ത്രീയമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു മേഖലയാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ പുതിയ കാലഘട്ടം അനുസരിച്ച് IT സേവനങ്ങൾ ഉപയോഗിച്ച് ലൈബ്രറി സയൻസ് പഠനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും ഉള്ള ഒരു കോഴ്സാണ് ലൈബ്രറി സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ലൈബ്രറി സയൻസ് എന്താണെന്ന് നമ്മൾ ഇന്ന് അറിയുന്നുണ്ട്. നമ്മോടൊപ്പം ഉഷാകുമാരി മിസ്സും ഉണ്ട്. മിസ് നമ്മൾ ഈ ഒരു കോഴ്സിനെ പറ്റി കൂടുതലായിട്ട് പറഞ്ഞു തരും, നമ്മൾ അറിയും. സോ ഒരു പാട്ട് കേട്ട് നമുക്ക് ഇന്നത്തെ ഉയരെ തുടങ്ങിയേക്കാം അല്ലേ? മിസ്സിന് സോങ്സ് ഒക്കെ ഇഷ്ടമാണോ? പിന്നെ അപ്പൊ ഇത് ഏത് പാട്ടാ ഒരു ഫേവറേറ്റ് സോങ് ആയിട്ടുള്ളത്? നമുക്ക് ഫസ്റ്റ് റേഡിയോയിൽ ആ പാട്ട് തന്നെ പ്ലേ ചെയ്യാം. മൗനം സ്വരമായി. നല്ലൊരു സോങ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഉയരയില് മൗനം സ്വരമായി എന്നുള്ള സോങ്ങോടുകൂടി അരങ്ങേറ്റം അങ്ങോട്ട് കുറിച്ചേക്കാം. പാട്ടുകൾക്ക് ശേഷം നമ്മൾ തിരിച്ചെത്തും ലൈബ്രറി സയൻസിനെ പറ്റി കൂടുതൽ അറിയാനും കേൾക്കാനും. കേട്ടോണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് തന്നെയാണ് 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ള തന്നെയാണ്. നമ്മൾ ഇന്ന് ലൈബ്രറി സയൻസ് എന്ന് പറയുന്ന മേഖലയെ പറ്റി, ആ ഒരു കോഴ്സിനെ പറ്റിയിട്ടാണ് ഉയരയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് വി ഹാവ് എൻ എക്സ്പേർട്ട് ഫ്രം MG യൂണിവേഴ്സിറ്റി പുലരിക്കുന്ന് ക്യാമ്പസ്. അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് HOD ആണ് നമ്മോടൊപ്പം കൂടെയുള്ളത് ഉഷകുമാരി മിസ്. മിസ്സേ, എന്താണ് ലൈബ്രറി സയൻസ് എന്നുള്ളത് നമ്മൾ ഷോർട്ടായിട്ട് ഏറ്റവും ബ്രീഫായിട്ടൊന്ന് അറിഞ്ഞായിരുന്നു അല്ലേ? യെസ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് ബേസിക് ആയിട്ട് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയായിരിക്കും? ബേസിക്കായിട്ട് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഡിഗ്രി, അതായത് ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചാണ് MG യൂണിവേഴ്സിറ്റി അംഗീകരിക്കുന്ന ഏതെങ്കിലും ഡിഗ്രി കോഴ്സ് പാസ്സാകുക എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. അതിന് 50% മാർക്കാണ് പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്ക് അതിനനുസരിച്ചുള്ള കുറവുണ്ടാകും. അതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. അത് ഏത് ഡിഗ്രി, ഇപ്പം നമ്മുടെ അവിടെ ഇപ്പോൾ BTech പഠിച്ചു കഴിഞ്ഞവർ പോകുന്നവരുണ്ട്, MBA പഠിക്കുന്നവരുണ്ട്, BEd കഴിഞ്ഞവരുണ്ട്, PG കഴിഞ്ഞ് വരുന്നവരുണ്ട്. അങ്ങനെ എല്ലാവരും ഈ കോഴ്സിന് ചേരാറുണ്ട്, അവർക്ക് ജോലി കിട്ടാറുണ്ട്. അപ്പോൾ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എനി ഡിഗ്രി. ഓക്കെ. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് ഇപ്പോഴാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ, അതായത് കുറേ അധികം ചിലപ്പോൾ നിങ്ങൾ ഒരു ബന്ധമില്ലാത്തൊരു മേഖലയിലേക്ക് ആയിരിക്കും മേ ബി പോയിട്ടുണ്ടാവുക, പക്ഷെ അതൊരു പ്രശ്നമല്ല ലൈബ്രറി സയൻസ് എന്ന് പറയുന്ന കരിയർ ചൂസ് ചെയ്യാനായിട്ടെന്നാണ് നമ്മുടെ മിസ് പറഞ്ഞു തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രായപരിധിയും ഇല്ല ആണല്ലേ? ഓക്കെ. അപ്പോൾ പ്രായപരിധിയും ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾ ഏത് ഡിഗ്രി ആണ് ഇതുവരെ ചൂസ് ചെയ്തിരിക്കുന്നത് എങ്കിലും അതൊരു പ്രശ്നമല്ല, ഒരു ബാരിയർ അല്ല. കൂടുതലായിട്ട് അറിയാൻ വേണ്ടി മിസ്സേ, നമുക്ക് കുറേ താല്പര്യങ്ങളുള്ളവരുണ്ടാവുമല്ലോ, അതായത് അവരുടെ ക്വാളിറ്റീസ് ഈ ഒരു കോഴ്സിന് മാച്ച് ആയിരിക്കണം. സോ ഒരു ഇൻഡിവിജ്വലിന് ബേസിക് ആയിട്ട് വേണ്ട ലൈബ്രറി സയൻസ് കോഴ്സ് അവർ ഇനി ഫ്യൂച്ചറിലേക്ക് അത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ബേസിക് ആയിട്ട് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കും? ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ആദ്യം വേണ്ടത് ഒരു അടുക്കും ചിട്ടയുമായിട്ടൊരു
ലൈബ്രറി അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ സൂക്ഷിക്കാമെന്നുള്ളൊരു കാര്യമാണ്. അവിടെ പല റെക്കോർഡ്സ് കാണും, പലതരത്തിലുള്ള ബുക്കുണ്ട്, ഡിഫറെൻറ്റ് സബ്ജക്റ്റിലുള്ള ബുക്കുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അതാത് രീതിയിൽ അടുക്കിനും ചിട്ടയ്ക്കും വെക്കുക എന്നുള്ളത്. പിന്നെ ഏറ്റവും വേണ്ടൊരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചും ബേസിക് ആയിട്ടുള്ള അറിവ് ഉണ്ടായിരിക്കണം ഒരു ലൈബ്രറീന് അല്ലെങ്കിൽ ഒരു ലൈബ്രറി സ്റ്റാഫിന്. ഒരു പുറത്തുനിന്നൊരു യൂസർ വന്നല്ലേ ലൈബ്രറി ഉപയോഗിക്കുന്ന ആളോ ഉപയോഗിക്കാത്ത ആളോ വന്ന് ലൈബ്രറിയിൽ വന്ന് ഒരു ഇൻഫർമേഷൻ ആവശ്യപ്പെട്ടാൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആ സബ്ജക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് കൊടുക്കാനുള്ള കഴിവുള്ള ആളായിരിക്കണം. ഇനി അഥവാ അവർ എല്ലാം തികഞ്ഞവരായിരിക്കുമല്ലോ, അപ്പം പെട്ടെന്ന് അവർക്ക് അത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ഒരു സാവകാശം തേടുക ഒരു ദിവസത്തിനകോ, അല്ലെങ്കിൽ അത് റെഫർ ചെയ്തത് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ലൈബ്രറി ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ പ്രഥമ കടമയാണ്. ഓക്കെ, അപ്പൊ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു ക്വാളിറ്റി. മറ്റ് കാര്യങ്ങളിലേക്ക് പോവാണെങ്കിൽ വായനാശീലം ഉണ്ടായിരിക്കുന്ന അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ വായനാശീലത്തിനെക്കാട്ടി കൂടുതൽ ശാസ്ത്രീയമായ രീതിയിലുള്ള പഠനമാണ് ലൈബ്രറി സയൻസിലുള്ളത്. അതുപോലെ തന്നെ ലൈബ്രറി സയൻസിന് ഒത്തിരി ഉപരിപഠന സാധ്യതകളുള്ളതാണ്. ഡിഗ്രിക്ക് ശേഷം എം ഫിൽ ഇപ്പം നിർത്തിവെച്ചിരിക്കുകയാണ്. UGC നിർത്തലാക്കിയ പ്രോഗ്രാമാണ്. പിന്നെ PG ചെയ്യാം, PGക്ക് ശേഷം PhD ചെയ്യാം, പിന്നെ റിസർച്ച് വർക്കുകളൊക്കെ ചെയ്യാം. അങ്ങനെ ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ് ലൈബ്രറി സയൻസ് എന്ന് പറയുന്നത്. നമ്മളെന്തായാലും കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സംശയത്തിലേക്ക് എത്തുന്നുണ്ട് കൂടുതലായിട്ട്. അപ്പം നമുക്ക് ഈ ഒരു മേഖലയുടെ ജോലി സാധ്യതകളെ പറ്റിയിട്ട് അപ്പം അറിയാം അല്ലേ? അറിയാം. ഓക്കെ, അപ്പം എന്തായാലും ഏത് ക്വാളിഫിക്കേഷൻസ് ആൻഡ് ക്വാളിറ്റീസ് ഉള്ളവർക്കാണ് ഈ ഒരു കോഴ്സ് ആപ്റ്റ് ആയിരിക്കുക എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഈ ഒരു മേഖലയിലേക്ക് ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡ് അവരുടെ ജീവിതത്തിൽ ആഡ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കേൾക്കേണ്ട അറിയേണ്ട കുറേയധികം കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഉയരയിലൂടെ പറയുന്നുണ്ട്. സോ കേൾക്കാൻ റെഡി ആയിക്കോളൂ. ദിസ് ഇസ് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം അന്നയാണ് കൂടെയുള്ളത്. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ആൻഡ് നമ്മൾ ഇന്ന് ലൈബ്രറി സയൻസ് എന്ന് പറയുന്ന മേഖലയെ പറ്റിയിട്ടാണ് ഉയരയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മോടൊപ്പം ഒരു കിടിലൻ എക്സ്പേർട്ട് തന്നെ കൂടെയുണ്ട് ഈ ഒരു മേഖലയെ പറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാനും നമ്മളെ ബോധവാന്മാരാക്കാനും. സോ നമ്മുടെ പുലരിക്കുന്ന ക്യാമ്പസിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് CPAS MG യൂണിവേഴ്സിറ്റി പുലരിക്കുന്ന ക്യാമ്പസിലെ HOD ആയിട്ടുള്ള ഉഷാകുമാരി മിസ് ആണ് നമ്മോടൊപ്പം ഇന്ന് ചേർന്നിരിക്കുന്നത്. ആൻഡ് ഉഷ മിസ്, നമ്മൾ എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് ആണ് ഒരു ഇൻഡിവിജ്വലിന് ഈ ഒരു കോഴ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ വേണ്ടത് എന്ന് പറഞ്ഞായിരുന്നു അല്ലേ? ആൻഡ് ഇനി നമുക്ക് അറിയാനുള്ളത് ഈ ഒരു കോഴ്സിൽ വരുന്ന പാഠ്യ വിഷയങ്ങൾ ഏതൊക്കെയാണ്, കോർ സബ്ജക്ട്സുകൾ ഏതൊക്കെയാണ്? കോർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പേഴ്സണൽ മാനേജ്മെൻ്റ് ഉണ്ട്. അതായത് ഒരു ലൈബ്രറി മുഴുവൻ മാനേജ് ചെയ്യാൻ. അപ്പം മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് അറിയാമല്ലോ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനം എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ള അതൊരു മാനേജ്മെൻ്റ് എന്ന് പറയുന്നൊരു പേപ്പറുണ്ട്. പിന്നെ ക്ലാസിഫൈ ചെയ്യുക തരം തിരിച്ച് വെക്കാനായിട്ടില്ല. അത് സബ്ജക്റ്റ് വൈസ് ആണ് സാധാരണ നമ്മൾ ബുക്കും കാര്യങ്ങളൊക്കെ ക്ലാസിഫൈ ചെയ്ത് വെക്കുന്നത്. നോൺ ബുക്ക് മെറ്റീരിയൽസും കാണും ലൈബ്രറിയിൽ, അപ്പോൾ അതൊക്കെ ക്ലാസിഫൈ ചെയ്യണം. പിന്നെ കാറ്റലോഗ് കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു ബുക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ ബ്രീഫായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാർഡ് ഫോമാണ്. ഇപ്പോൾ ആ കാർഡ് ഫോമൊക്കെ പോയിട്ട് ഓൺലൈനിലോട്ട് വന്നിട്ടുണ്ട്, ഡിജിറ്റലായി. പിന്നെ IT-യുടെ നല്ല കണ്ടന്റ് ഉണ്ട് ഇതിനകത്ത് പഠിക്കാൻ. അത് ലൈബ്രറി സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇപ്പോൾ മോഡേൺ ലൈബ്രറികളെല്ലാം പ്രവർത്തിക്കുന്നത് ലൈബ്രറി സോഫ്റ്റ്വെയറുടെ സഹായത്തോടുകൂടിയാണ്. അപ്പം സോഫ്റ്റ്വെയറുടെ സഹായത്തോടു കൂടി ഒരു ലൈബ്രറി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ആ ലൈബ്രറിയെ ഓട്ടോമേറ്റഡ് ലൈബ്രറി എന്ന് വിളിക്കാം. അപ്പം ഈ സോഫ്റ്റ്വെയർ ഓരോ മോഡ്യൂളിനനുസരിച്ചും ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് IT-യിലുള്ള നോളജ് വേണം. പിന്നെ റിസർച്ച് മെത്തഡോളജി എല്ലാ സബ്ജക്റ്റിനും ഉള്ളതാണ്. അതുപോലെ തന്നെ ലൈബ്രറി സയൻസിനും ഉണ്ട്. ഈ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീപ്പായിട്ടുള്ള അറിവ് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇൻഫർമേഷൻ റിട്രീവൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു യൂസറിന് ചിലപ്പോൾ ഒരു ഇൻഫർമേഷൻ, അതായത് ആയിരക്കണക്കിന് ഇൻഫർമേഷൻ്റെ ഇടയിൽ നിന്നും അയാൾക്ക് ആവശ്യമുള്ള പർട്ടിക്കുലർ ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. നമ്മളിപ്പോൾ ഒരു കീവേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഇൻഫർമേഷൻ നമുക്ക് വേണം. അപ്പം നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പം
ആ ഇൻഫർമേഷനുമായിട്ട് അല്ലെങ്കിൽ ആ വേർഡുമായിട്ട് ബന്ധപ്പെട്ട ആയിരക്കണക്കിന് ഇൻഫർമേഷൻസ് വരും. അപ്പോൾ അതിൽ നിന്നും കറക്റ്റായിട്ടുള്ള അത് നമ്മൾ പറയുന്ന ആവശ്യമുള്ളത് റെലവൻറ്റ് ഇൻഫർമേഷൻ കളക്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു യൂസറിനെ സംബന്ധിച്ച് ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ ഒരു ലൈബ്രറി സയൻസ് ഫീൽഡിലെ മികച്ച ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഫീൽഡ് പഠിച്ച ഒരാൾക്ക് അത് പെട്ടെന്ന് അവർക്ക് റിട്രീവ് ചെയ്തെടുത്ത് കൊടുക്കാനായിട്ടും. അപ്പം യൂസറിന് റെലവൻറ്റ് ഇൻഫർമേഷൻ കൊടുക്കാൻ കഴിയുന്ന ഒരു ആൾ കൂടി ആയിരിക്കണം. പിന്നെ നെറ്റ്വർക്കിംഗ് ഉണ്ട്. ലൈബ്രറി സയൻസ് നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നെറ്റ്വർക്ക് വഴി ഷെയർ ചെയ്ത് കൊടുക്കുന്നു. റിസോഴ്സസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ബജറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്. അത് മാനേജ്മെൻറ്റിനകത്ത് വരുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇൻഫർമേഷൻ സോഴ്സസ്, ഈ ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ അത് ഒരു നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത പോലെയാണ് ഓരോ ദിവസവും ഇൻഫർമേഷൻസ് വരുന്നത്. അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഫലമായിട്ട് പുതിയ ഇൻഫർമേഷൻസ് ഓരോ ദിവസവും ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ആഡ് ചെയ്യുന്ന ഇൻഫർമേഷനകത്തുനിന്ന് ഏറ്റവും റെലവൻ്റ് എടുക്കുകയും വേണം. അതുപോലെ തന്നെ ഈ സോഴ്സസ് ഒക്കെ എവിടേക്കാണെന്നുള്ളത് കണ്ടെത്തി അത് നമുക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ റിട്രീവ് ചെയ്തെടുക്കുക എന്ന് പറയുന്നതാണ് ഒരു യൂസറിൻ്റെ ഒരു ഉദ്ദേശമെങ്കിൽ ആ ഉദ്ദേശത്തെ ഈ ലൈബ്രറി സയൻസ് ഫീൽഡിലുള്ളവർ അല്ലെ ലൈബ്രറി സ്റ്റാഫ് സഹായിച്ചു കൊടുക്കുകയും ചെയ്യണം. ഓക്കെ. അപ്പോൾ ബേസിക് ആയിട്ട് വരുന്ന കോർ സബ്ജക്ട്സുകളാണ് നമ്മളിപ്പോൾ ഷെയർ ചെയ്തത്. കോർ സബ്ജക്റ്റാണ് മാനേജ്മെൻറ്റ്, ക്ലാസിഫിക്കേഷൻ, പിന്നെ ലൈബ്രറി സൊസൈറ്റിയുമായിട്ട് ബന്ധമുള്ള കുറേ കാര്യങ്ങൾ പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഏതൊരു മേഖലയിൽ ചെന്നാലും അവിടെ ലൈബ്രറി ഉണ്ട്. ഏതൊരു സബ്ജക്റ്റിൻ്റെ ആണെങ്കിലും ആ സബ്ജക്റ്റിൻ്റെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിന് പലതരത്തിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ലോക്കലായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അസോസിയേഷൻസ് ഉണ്ട്, സ്പെഷ്യൽ ലൈബ്രറിയായിട്ട് ബന്ധപ്പെട്ടുള്ള അസോസിയേഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിലൂടെ എല്ലാം ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. അതാത് സ്ഥാപനത്തിൻ്റെ അല്ലെ അതാത് വ്യക്തികളുടെ, ഇപ്പം പ്രൊഫഷണൽ ഓർഗനൈസേഷൻ്റെ ആണെങ്കിൽ അങ്ങനെയുള്ളത്, ഇവർക്കെല്ലാം ഉള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അത് റിട്രീവ് ചെയ്യുക എന്ന് പറയുന്ന ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഓക്കെ മിസ്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഈ ഒരു മേഖലയിലെ വിഷയങ്ങളെ പറ്റിയിട്ടാണ് ഇപ്പോൾ മിസ് നമുക്ക് പറഞ്ഞു തന്നത്. ആൻഡ് ഇനി നമുക്ക് അറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് ജോലി സാധ്യതകൾ നമുക്ക് ഓരോ ഇൻഡിവിജ്വലിനും കിട്ടാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് നമ്മൾ ഏറ്റവും ഉടനെ തന്നെ അറിയുന്നുണ്ട്. പക്ഷേ അതിനു മുൻപ് പാട്ടുകളാണ് വരാൻ പോകുന്നത്. പാട്ടുകൾക്ക് ശേഷം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻ അറിയുന്നതാണ്, കേൾക്കുന്നതാണ് ഉയരയിലൂടെ. സോ കേട്ടുകൊണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. കൂടെയുള്ളത് അന്നയാണ്. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ആൻഡ് നമ്മൾ ഇന്ന് ഉയരയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അറിവുകൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതും ലൈബ്രറി സയൻസ് എന്ന് പറയുന്ന കോഴ്സിനെ പറ്റിയിട്ടാണ്. സോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, CPAS MG യൂണിവേഴ്സിറ്റി പുലരിക്കുന്ന ക്യാമ്പസിലെ HOD ഉഷാകുമാരി മിസ്സാണ് ഇന്ന് ഈ ഒരു വിഷയത്തെപ്പറ്റി അല്ലെങ്കിൽ ഈ ഒരു മേഖലയെ നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി കൂടെ എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടത് ഈ ഒരു മേഖലയിലെ ജോലി സാധ്യതകളെ പറ്റിയിട്ടാണ്. സോ അതൊന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായും. ജോലി സാധ്യതകളെന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂള്, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള എല്ലായിടത്തും ഈ ഒരു ജോലി സാധ്യത ഉള്ള ഒരു കോഴ്സാണിത്. സ്കൂളെന്ന് ഞാൻ പറയുമ്പോൾ എസ്പെഷ്യലി നമ്മൾ ഈ CBSE സ്കൂളുകളിലൊക്കെ, എല്ലാ സ്കൂളിലും ഉണ്ട്, +2 സ്കൂള്, CBSE സ്കൂള്, അങ്ങനെയുള്ളിടത്തെല്ലാം ഇവിടെയൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ലൈബ്രറിയൻ വേണമെന്നുള്ള നിർബന്ധമാണ്. ഇപ്പോൾ CBSE സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ സെക്കൻഡറി ബോർഡാണല്ലോ. അപ്പോൾ ആ ബോർഡ് ഒരു ഇൻസ്പെക്ഷന് ആ സ്കൂളിലേക്ക് വരുമ്പോൾ അവർ പ്രധാനമായിട്ടും ലൈബ്രറിയുടെ കാര്യം നോക്കും. മറ്റുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ, മറ്റുള്ള അക്കാഡമിക് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ലൈബ്രറിയുടെ കാര്യം അവർ ശ്രദ്ധിക്കും. അപ്പോൾ ലൈബ്രറിയിൽ ഇത്ര ബുക്ക് ഉണ്ടായിരിക്കണം, ലൈബ്രറിയിൽ ഇത്ര ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ലൈബ്രറി സ്റ്റാഫ് ക്വാളിഫൈഡ് ആയിരിക്കണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അവർ നോക്കും. അതുകൊണ്ട് വെറുതെ നമുക്ക് ഒരാളെ അവിടെ ലൈബ്രറിയിൽ ഒരു സ്റ്റാഫായിട്ട് ഇരുത്താൻ പറ്റുകയില്ല. ആ രീതിയിലുള്ള എന്തെങ്കിലും ചോദ്യം വരുമ്പോൾ അല്ലെങ്കിൽ അവിടെ ക്വാളിഫിക്കേഷൻ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം ലൈബ്രറി ഇരിക്കേണ്ടത്. അതുപോലെ
അതുപോലെ തന്നെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് ഞാൻ പറയുമ്പോൾ അതിനകത്ത് BEd കോളേജുകളുണ്ട്, ഫാർമസി കോളേജ്, നേഴ്സിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ്, പോളിടെക്നിക്ക്, ഇങ്ങനെയുള്ള എന്ന് വേണ്ട എല്ലാ സ്ഥാപനത്തിലും ലൈബ്രറിയനുണ്ട്. ഈ സ്ഥാപനങ്ങളെല്ലാം ഏതെങ്കിലും ബോർഡിൻ്റെങ്കിലും ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ AICT, ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കൗൺസിലാണ് അവർക്ക് അംഗീകാരം കൊടുക്കുന്നത്. അതായത് ഇവരും പരിശോധനയ്ക്ക് വരുമ്പോൾ അവിടെ ലൈബ്രറി വേണം, ഒരു കുട്ടിക്ക് ഇത്ര ബുക്ക് വേണം ഒരു കണക്കുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അത് എപ്പോഴും സജ്ജമായിരിക്കണം, അല്ലെങ്കിൽ അവരുടെ അംഗീകാരത്തെ അത് ബാധിക്കും. ഇപ്പം BEd കോളേജിനെ സംബന്ധിച്ചാണ് NCT, നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കൗൺസിലാണ് അംഗീകാരം കൊടുക്കുന്നത്. അവർ വരുമ്പോഴും ഈ കോളേജിൽ ലൈബ്രറി വേണം. ലാബ്, മറ്റ് സൗകര്യങ്ങൾ നോക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് ലൈബ്രറി വളരെ മസ്റ്റാണ്. ലൈബ്രറിയിൽ ഇത്ര ബുക്കുകൾ ഉണ്ടായിരിക്കണം, ക്വാളിഫൈഡ് സ്റ്റാഫ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ലൈബ്രറിയൻ വേണമെന്നുള്ളത് നിർബന്ധമാണ്, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ അംഗീകാരത്തെ തന്നെ അത് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ജോലി സാധ്യത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ലൈബ്രറി സയൻസ് പഠിച്ചവർ പല പേരുകളിലാണ് ജോലി ഇവിടെ അറിയപ്പെടുന്നത്. ലൈബ്രറിയൻ എന്ന് മാത്രമല്ല, അതിനകത്ത് ഒരുപാട് പേരുകളുണ്ട്. ഇപ്പം കോളേജ് സ്കൂളിലൊക്കെയാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ, കോളേജ് യൂണിവേഴ്സിറ്റി ലൈബ്രറിയൻ എന്ന്, യൂണിവേഴ്സിറ്റിയിൽ കോളേജ് ലൈബ്രറിയൻ ഉണ്ട്. അതുപോലെ തന്നെ ലൈബ്രറി ഡയറക്ടർ, ലൈബ്രറി മാനേജർ, ആർക്കൈവിസ്റ്റ്, സയൻറ്റിസ്റ്റ്, ചീഫ് നോളജ് ഓഫീസർ, ഇൻഫർമേഷൻ മാനേജർ, റിസർച്ച് അനാലിസ്റ്റ്, ഗ്രാജുവേറ്റ് ട്രെയിനി, പ്രൊഫഷണൽ അസിസ്റ്റൻ്റ്, ലൈബ്രറി അസിസ്റ്റൻ്റ്, സയൻറ്റിഫിക് അസിസ്റ്റൻ്റ്, ഇൻഫർമേഷൻ അനലിസ്റ്റ്, ഇൻഫർമേഷൻ ഓഫീസർ, ക്യൂറേറ്റർ, കാറ്റലോഗ് അസിസ്റ്റൻ്റ്, ക്ലാസിഫിക്കേഷനിസ്റ്റ്, ഇൻഡെക്സർ എന്ന് വേണ്ട ഇങ്ങനെ പല പേരിലാണ്. പല തസ്തികകളുണ്ട്. പക്ഷേ ഈ തസ്തികയുടെ എല്ലാം ക്വാളിഫിക്കേഷൻ ലൈബ്രറി സയൻസ് എന്ന് പറയുന്ന ആ വിഷയത്തിൽ ബിരുദം നേടുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഉപരിപഠനം നേടുക എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ജോലി. പിന്നെ ജോലി സാധ്യത നമ്മൾ ആർമി ഇങ്ങനെയുള്ളിടത്തെല്ലാം ഉണ്ട്. പട്ടാളത്തിലും മറ്റ് അതുപോലെയുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മറ്റ് സ്ഥാപനങ്ങൾ, സംസ്ഥാന ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ഇവിടെ എല്ലാം ഇതിന് ജോലി സാധ്യത ഉള്ളതാണ്. ഈ കോഴ്സിനെ പറ്റി കൂടുതൽ അങ്ങനെ അറിയുന്നില്ലെന്ന് പറഞ്ഞാലും നമുക്ക് ഓരോ സ്ഥാപനം, പിന്നെ ഇന്ത്യയിലുള്ള പല സ്ഥാപനങ്ങളിൽ, ഇപ്പം ബാംഗ്ലൂരാണെങ്കിലും ന്യൂഡൽഹിയിലാണെങ്കിലും യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒരുപാട് വേക്കൻസി ഉണ്ട്. നമ്മുടെ നാഷണൽ ലൈബ്രറി എന്ന് പറയുന്നത് കൽക്കട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നാഷണൽ ഒരു ഹെറിറ്റേജ്, നല്ലൊരു ആർക്കൈവൽ ലൈബ്രറിയും കൂടെയാണ് അവിടെ. അപ്പം അവിടെയൊക്കെ ലൈബ്രറിൻ്റെ ഒരുപാട് തസ്തികകളുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ 30 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന വലിയൊരു ബിൽഡിംഗ് ആണ് നാഷണൽ ലൈബ്രറി, ഇന്ത്യൻ നാഷണൽ ലൈബ്രറി എന്ന് പറയുന്നത്. അവിടെയാണ് ഇന്ത്യൻ നാഷണൽ ബിബ്ലിയോഗ്രഫി പ്രിപ്പയർ ചെയ്യുന്നത്. ഇന്ത്യൻ നാഷണൽ ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്യുന്ന ഈച്ച് ആൻഡ് എവരി ബുക്സ്, അതിൻ്റെ ഒരു കോപ്പി അവിടെ ഉണ്ടായിരിക്കണം. അവിടെ ഒരു ഡെലിവറി ഓഫ് ബുക്ക് ആക്ട് വെച്ച് അവിടെ ഒരു നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പബ്ലിഷർ അല്ലെങ്കിൽ ഒരു ഓതർ അവർ പബ്ലിഷ് ചെയ്യുന്ന ആ ഒരു ബുക്കിൻ്റെ കോപ്പി നിർബന്ധമായിട്ട് നാഷണൽ ലൈബ്രറിയിൽ അയച്ചു കൊടുക്കണം. അങ്ങനെ അയച്ചു കൊടുത്താൽ അവരവിടെ ഒരു ബിബ്ലിയോഗ്രഫി, നാഷണൽ ബിബ്ലിയോഗ്രഫി പ്രിപ്പയർ ചെയ്യും. ആ നാഷണൽ ബിബ്ലിയോഗ്രഫി പ്രിപ്പയർ ചെയ്യുമ്പം അതിനകത്ത് ഒരു രാജ്യത്ത് ഏത് സംസ്ഥാനത്തും ആകട്ടെ അവരയച്ചു കൊടുക്കുന്ന അതേ ലാംഗ്വേജിലെ ആ ബുക്കിൻ്റെ വിവരങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി അത് തുടങ്ങിയത് നമ്മുടെ കേരളത്തിലാണ്. 1829 നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ആദ്യത്തെ ലൈബ്രറി, സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി, പാളയത്തുള്ള സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി ആദ്യമായിട്ട് തുടങ്ങിയത്. അതിന് ശേഷമാണ് നാഷണൽ ലൈബ്രറി പോലും ഓപ്പൺ ചെയ്തത്. അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യവും ഇൻറ്റൻസിറ്റിയും ഉള്ള ഒരു സബ്ജക്റ്റാണ് ലൈബ്രറി സയൻസ്. തീർച്ചയായിട്ടും. ഇപ്പം എന്തായാലും മിസ് പറഞ്ഞ പോലെ തന്നെ പുരാതനമായിട്ടും നമ്മൾ ഭയങ്കര ഈ ഒരു കാര്യത്തിൽ ഭയങ്കര പാരമ്പര്യമുള്ളവർ തന്നെയാണ് നമ്മളെല്ലാവരും. സോ ഈ ഒരു മേഖലയിലേക്ക് താല്പര്യപ്പെടുന്നവർക്ക് ഡെഫിനറ്റ്ലി ഇന്നത്തെ ഉയരയിലൂടെ അവർക്ക് വേണ്ടതായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്, അല്ലേ? തീർച്ചയായും. യെസ്. ആൻഡ് നമുക്ക് ഒരു പാട്ടുകൾ വരുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും കേട്ടുമുട്ടും ലൈബ്രറി സയൻസിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ. കേട്ടുകൊണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മൾ ലൈബ്രറി സയൻസിനെ പറ്റിയിട്ടാണ് ഇന്ന്
ഉയരയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നമുക്ക് കൂടെയുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് CPAS MG യൂണിവേഴ്സിറ്റി പുലരിക്കുന്ന ക്യാമ്പസിലെ HOD ഉഷാകുമാരി മിസ്സാണ്. മിസ് നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു വന്നു, എന്താണ് ലൈബ്രറി സയൻസ് എന്നും അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ്, അതുപോലെ ഏതൊക്കെ സബ്ജക്ട്സുകൾ വരുന്നുണ്ട്, അതുപോലെ ജോലി സാധ്യതകൾ, ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്തായിരുന്നു. ഇനി നമുക്ക് അറിയേണ്ടത് ഇതൊക്കെ നമുക്ക് പറഞ്ഞു തന്ന മിസ്സിന്റെ ഈ ഒരു മേഖലയിലേക്കുള്ള കടന്നുവരവിനെ പറ്റിയിട്ടാണ് കേട്ടോ. മിസ്സിന് എങ്ങനെയായിരുന്നു വായന ചെറുപ്പം തൊട്ടേ ഇഷ്ടമായിരുന്നോ? തീർച്ചയായിട്ടും എൻ്റെ അച്ഛൻ നന്നായിട്ട് പുസ്തകങ്ങളൊക്കെ വായിക്കുന്നയാളായിരുന്നു. അപ്പം എൻ്റെ ഒരു ചെറുപ്പകാലത്ത് നമുക്ക് പുസ്തകങ്ങളെല്ലാം വീട്ടിൽ വരുത്താനുള്ളൊരു സാമ്പത്തിക ശേഷിയൊന്നും ഇല്ല. അപ്പം അച്ഛന് അടുത്തുള്ള ലൈബ്രറിയിലൊക്കെ ഗ്രാമീണ വായനശാലയൊക്കെ ഉണ്ടല്ലോ, അവിടെ നിന്നൊക്കെ പുസ്തകങ്ങൾ എടുക്കും. അതുപോലെ തന്നെ ഈ മാതൃഭൂമി പോലെയുള്ള ആഴ്ചപ്പതിപ്പുകൾ അതൊക്കെ വരുത്തുമായിരുന്നു. അപ്പോൾ അതിൽ കൂടെയൊക്കെയാണ് പിന്നെ ചെറിയ ചെറിയ ബാലരമ, പൂമ്പാറ്റ അങ്ങനെയൊക്കെയുള്ള ചെറിയ കഥപുസ്തകങ്ങളൊക്കെ വീട്ടിൽ വാങ്ങിച്ചു തരുമായിരുന്നു. അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിക്കുമായിരുന്നു കിട്ടിയില്ലെങ്കിൽ. അപ്പം അങ്ങനെയൊക്കെയാണ് ചെറുപ്പം മുതലേ ഞാൻ അക്ഷരം കൂട്ടി വായിക്കാൻ തുടങ്ങിയ കാലം മുതലേ വായിക്കാൻ ശ്രമിക്കുമായിരുന്നു. പുസ്തകങ്ങൾ ഒരുപാട് വായിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം വായനയൊക്കെ കുറഞ്ഞു. പക്ഷെ അന്ന് ഒരുപാട് ഒറ്റ ഇരിപ്പിലൊക്കെ ഒരു പുസ്തകം വായിച്ച് തീർക്കുന്ന കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വായനയോടുള്ള താല്പര്യമാണ് എനിക്ക് ഈ ലൈബ്രറി സയൻസ് എന്ന് പറയുന്ന ഫീൽഡിലോട്ട് വരാനായിട്ട് തോന്നിയത്. അപ്പം എൻ്റെ വിചാരം ലൈബ്രറി സയൻസ് എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം അടുക്കി വെക്കുക എന്നുള്ള ഒരു വിചാരമായിരുന്നു അന്നുണ്ടായിരുന്നത് ഞാൻ ഈ കോഴ്സിലേക്ക് വരുന്നതിന് മുമ്പ്. പക്ഷെ ഞാനത് വന്നു കഴിഞ്ഞാണ് മനസ്സിലായത് വളരെയധികം ഡീപ്പ് ഇൻറ്റൻസിറ്റി ഉള്ള ഒരു സബ്ജക്റ്റാണ് ഈ ലൈബ്രറി സയൻസ് എന്നും അതിനൊരുപാട് റിസർച്ച് സാധ്യതകളുള്ള ഒരു സബ്ജക്റ്റാണെന്നും അത് വളരെ ജോലി സാധ്യതയുള്ളൊരു സബ്ജക്റ്റാണെന്നും ഇതിനകത്ത് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായത്. ഞാൻ MSc സുവോളജിയും BEdും കഴിഞ്ഞ ഒരാളാണ്. അപ്പം പിന്നെ ടീച്ചിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മേഖലയാണ് ടീച്ചിങ്. പിന്നെ ലൈബ്രറിയിൽ നമ്മൾ ജോലി ചെയ്താൽ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ലൈബ്രറി എന്ന് പറഞ്ഞാൽ. നമുക്ക് ലൈബ്രറിയിൽ ജോലി ചെയ്യുന്നതിനോടൊപ്പം ഒഴിവ് സമയം കിട്ടുമ്പോഴെല്ലാം നമുക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്യാം. ഇഷ്ടമുള്ള പുസ്തകങ്ങൾ നമുക്ക് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി വായിക്കാം, തിരിച്ചു വെക്കാം. പിന്നെ നമുക്ക് വായനയോട് താല്പര്യമുള്ളവരെല്ലാം നമ്മൾക്ക് ലൈബ്രറിയിലേക്ക് ആകർഷിക്കാനായിട്ട് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെയുള്ളൊരു കാര്യം കൂടി ലൈബ്രറിയും ചെയ്യണം. പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കണം. വായനയെന്ന് പറഞ്ഞാൽ നമ്മൾ വായിച്ച് അറിവ് കിട്ടുന്ന ഒരാളും വായിക്കാതെ എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും വായനയിൽ കൂടി ഒരു അറിവ് കിട്ടും. അതെന്ന് പറയുന്നത് അതൊരു വലിയൊരു അറിവാണ്. ചിലപ്പോൾ നമുക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ അവർ സംസാരിക്കും, ചോദിക്കുമ്പോൾ അവർ വിദ്യാഭ്യാസമുള്ളവരായിരിക്കില്ല, പക്ഷെ നല്ല വായനാശീലമുള്ളവരായിരിക്കും. അപ്പം അങ്ങനെയുള്ള നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കണം. അറിവെന്ന് പറയുമ്പോൾ അത് പല മേഖലയിലുണ്ട്. അതിനകത്ത് നമ്മൾ വായിക്കുന്നത് നമ്മുടെ മാനസികമായിട്ടുള്ള തൃപ്തിക്കും മറ്റുള്ളവർക്ക് അറിവ് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു രീതിയിൽ ആയിരിക്കണം. നല്ല വായന എപ്പോഴും ഒരു നല്ല ശീലമാണ്. അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അങ്ങനെ അതിനെക്കുറിച്ച് ഒന്നും അറിയാതെയാണ് ഞാൻ ഈ ഫീൽഡിൽ വന്നത്. ഇപ്പോൾ ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് ഏകദേശം 25 വർഷത്തോളമായി. അപ്പം അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. MG യൂണിവേഴ്സിറ്റി ഈ കോഴ്സ് 1995 തുടങ്ങിയത്. ഞാൻ അവിടുത്തെ 4ാമത്തെ ബാച്ച് ഡിഗ്രി ആയിരുന്നു, 2ാമത്തെ ബാച്ച് PG. അങ്ങനെ അവിടെ പഠിച്ചു ഒരു 1-2 വർഷം കഴിഞ്ഞ ഉടനെ എനിക്ക് ഒരു പബ്ലിക് സ്കൂളിലാണ്, ആലുവയിലുള്ളൊരു പബ്ലിക് സ്കൂൾ CBSE സ്കൂളിലായിരുന്നു ജോലി കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് MG യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഒരു BEd കോളേജ്, അവിടെ ഒരു 10-12 വർഷം അവിടെ ജോലി ചെയ്തു. അതിനുശേഷമാണ് MG യൂണിവേഴ്സിറ്റിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈബ്രറി ഇൻഫർമേഷൻ സയൻസിൽ അധ്യാപികയായിട്ട് ജോലിക്ക് കയറിയത്. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അത് എന്തായാലും ഇപ്പോൾ എനിക്ക് ഡയറക്റ്റായിട്ട് മിസ്സിനെ കാണുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട് മിസ് എത്ര സന്തോഷത്തിലാണ് ഈ ഒരു ജോലിയെ പറ്റിയിട്ട് പറയുന്നതെന്ന്. സോ ഒരു ബിബ്ലിയോഫൈൽസ് ആയിട്ടുള്ള ആളുകൾക്കും ഡെഫിനറ്റ്ലി കണ്ണും പൂട്ടി ഈ ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്യാം. ആൻഡ് അവരുടെ ആ ഒരു ലൈഫ് പുസ്തകങ്ങളെ സ്നേഹിക്കുന്നവരുടെ അങ്ങനെ തന്നെ പറയാല്ലേ, അങ്ങനെ തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ വായിക്കാൻ നമുക്ക് അവസരം കിട്ടും. ലൈബ്രറി ജോലിയുണ്ട്, തിരക്കുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ അതിനിടയ്ക്ക് നമുക്ക് ശാന്തമായിട്ടിരുന്ന് വായിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. നമ്മുടെ വീട്ടിൽ പോലും ചിലപ്പോൾ അത്രയും ഒരു പ്രൈവസിയും ശാന്തതയും കിട്ടിയെന്ന് വരില്ല. പക്ഷെ നമുക്ക് ലൈബ്രറി എന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം ലൈബ്രറിയാണ്. ലൈബ്രറി, പുസ്തകങ്ങൾക്കിടയിൽ, ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം. മനസ്സ് തുറന്ന് മനസ്സറിഞ്ഞ് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് ലൈബ്രറി സയൻസ് എന്ന് മിസ്സിന്റെ ലൈഫിലൂടെ മിസ് നമുക്ക് കൂടി പറഞ്ഞു തന്നിരിക്കുകയാണ്. ആൻഡ് നമുക്ക് ഈ ഒരു സന്തോഷത്തിലൊരു പാട്ട് കേട്ടിട്ട് വരാം. ഓക്കെ, കേട്ടുകൊണ്ടേയിരിക്കും സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.
വെൽക്കം ബാക്ക് ടു ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായ ഉയരെ. നമ്മൾ ലൈബ്രറി സയൻസ് എന്ന് പറയുന്ന കോഴ്സിനെ പറ്റിയിട്ടാണ് ഇന്ന് ഉയരയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് വി ഹാവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, CPAS MG യൂണിവേഴ്സിറ്റി പുല്ലരിക്കുന്ന ക്യാമ്പസിലെ HOD ഉഷാകുമാരി മിസ്സേ, നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ട് കാണുന്ന ഒരു മേഖലയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI അല്ലേ? ലൈക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കടന്നു വന്നതിന് ശേഷം എത്രത്തോളം ഉപകാരം ഈ ഒരു മേഖലയ്ക്ക് ഉണ്ടായിട്ടുണ്ടാവും? അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നമുക്ക് കാറ്റലോഗിങ്, ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലൈബ്രറി ഓട്ടോമേറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു ലൈബ്രറി ഫംഗ്ഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓട്ടോമേറ്റഡ് ലൈബ്രറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കല്ലാതെ ലൈബ്രറി വേണേൽ ബുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി ഇപ്പോൾ മോഡേൺ ലൈബ്രറികളെല്ലാം സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇൻഫർമേഷൻ്റെ ഒരു സ്മാർട്ട് സെർച്ചിന് വേണ്ടി, അതിനുവേണ്ടി സ്മാർട്ട് സെർച്ച് ആൻഡ് ഡിസ്കവറി അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ യൂസേഴ്സിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് ബുക്കുകൾ റെക്കോർഡ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും AI ഉപയോഗിക്കാം, യൂസേഴ്സിൻ്റെ പെർഫോമൻസ് അനുസരിച്ച്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്ലാജിയാരിസം ഡിറ്റക്ഷൻ. പ്ലാജിയാരിസം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കോപ്പിയടി. അപ്പോൾ അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഡിജിറ്റൈസേഷൻ ഉപയോഗിക്കാം. പിന്നെ ഇൻഫർമേഷൻ്റെ അനാലിസിസ് നടത്താൻ AIയുടെ സഹായത്തോട് ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ട് വളരെയധികം പ്രയോജനമുണ്ട്. ഓക്കെ, അപ്പോൾ AIയുടെ കടന്നുവരവോടുകൂടി കുറേയധികം ആളുകളും ലൈക്ക് അവരുടെ ജോലി സാധ്യതകൾ കുറഞ്ഞു പോവുകയോ അങ്ങനെയൊക്കെയുള്ള ഡൗട്ടുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാദങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ലൈബ്രറി സയൻസിന്റെ മേഖലയിൽ ഒരു വെല്ലുവിളിയാവോ AI? അത് നമുക്ക് പറയാൻ പറ്റില്ല മുന്നോട്ട് വരുമ്പോൾ എങ്ങനെയാണെന്ന്. ഇനിയിപ്പം പേപ്പർലെസ് സൊസൈറ്റി ഒക്കെ വരാൻ പോകും. അതായത് അതുപോലെ തന്നെ ഡിജിറ്റൽ ലൈബ്രറികളൊക്കെ വരാൻ പോകും. ഇപ്പം എന്ന് പറഞ്ഞാലും വായനയ്ക്കൊരു കുറവില്ല. ഞാൻ നോക്കിയിട്ട് പുസ്തകങ്ങൾ ഇഷ്ടം പോലെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ലൈബ്രറികൾ നല്ല രീതിയിൽ വളരുന്നുണ്ട്. എല്ലാ ലൈബ്രറിയിലും ആണ്ടിലാണ്ടിൽ പുസ്തകങ്ങൾ, പുതിയ പുതിയ പുസ്തകങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. നല്ല രീതിയിൽ വായനക്കാരും ഉണ്ട്. അപ്പം അത് വായന മരിക്കുന്നു എന്നൊക്കെ പറയുന്നതിനോട് പൂർണ്ണമായിട്ട് നമുക്ക് യോജിക്കാൻ പറ്റുകയില്ല. വായനയൊക്കെ നടക്കുന്നുണ്ട്, അത് ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ പണ്ടത്തിൽ നിന്നും ചെറിയ ചെറിയ കുറവ് ഡിജിറ്റൽ വായനയിലേക്ക് ആൾക്കാർ തിരിയുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പം കുട്ടികളോടാണെങ്കിലും നിങ്ങൾ ലൈബ്രറിയിൽ പോയി പത്രം വായിച്ചോന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ മൊബൈലിലുണ്ടല്ലോ എന്ന് പറയുന്ന ഈ പേപ്പർ ഉണ്ടല്ലോ, ഈ പേപ്പർ അത് ഈ റീഡിംഗ് ആണെന്ന് പറയും, വായിച്ചോ കാര്യങ്ങൾ. പക്ഷെ നമുക്ക് എപ്പോഴും ആ ഒരു ട്രഡീഷണലായിട്ട് രീതിയിലുള്ള ഒരു വായന, അതിന് മനസ്സിൻ്റെ ഒരു പ്രത്യേക സുഖം. അത് നമ്മളെടുത്ത് കയ്യിലെടുത്ത് വായിക്കുക എന്ന് പറയുന്നത്, അത് എൻ്റെയൊക്കെ പ്രായം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ ജനറേഷൻ അത് എങ്ങനെ ഉൾക്കൊള്ളുമെന്നും അറിയില്ല. പക്ഷേ വായന അത്ര മരിക്കുന്ന ഒരു കാലയളവിലൂടെ ഒന്നുമല്ല നമ്മൾ പോകുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ കാഴ്ചപരിമിതർക്ക് വരെ വായിക്കാൻ പറ്റും. അതല്ലാതെ ഇപ്പോൾ AIയുടെ സഹായത്തോടു കൂടി തന്നെ കേട്ട് മനസ്സിലാക്കാനുള്ള ഒരു ബെനിഫിറ്റ് കൂടി വന്നിരിക്കുകയാണ്. സോ നമുക്ക് മൊത്തത്തിൽ അങ്ങനെ തള്ളിക്കളയാനും പറ്റില്ല ഈ ഒരു പുതിയ സാങ്കേതിക വളർച്ചയെ പറ്റി, അല്ലേ? തീർച്ചയായും. യെസ്. അപ്പൊ എന്തായാലും നമ്മൾ ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു മേഖലയെ പറ്റിയിട്ട് പറയുന്നുണ്ട്. കേൾക്കാൻ റെഡി ആയിക്കോളൂ. ഉയരെയാണ് ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായ ഉയരെ. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. അപ്പോൾ പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾക്ക് ഒരു കിഡിലൻ കോഴ്സ് ഇവിടെ റെഡിയാണ്, ലൈബ്രറി സയൻസ്. സോ നമുക്ക് ഈ ഒരു മേഖലയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ കൂടെയുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, CPAS MG യൂണിവേഴ്സിറ്റി പുലരിക്കുന്ന ക്യാമ്പസിലെ HOD ഉഷാകുമാരി മിസ്സാണ്. ഇപ്പോൾ കോളേജുകളിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും ജോലി ചെയ്യുന്ന ലൈബ്രറീരിയൻ, അവരുടെ ഒരു പോസ്റ്റ്, അവർക്ക് ഒരു പ്രൊമോഷൻ മോഡലോ അല്ലെങ്കിൽ അവർക്കൊരു നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്ന രീതിയിൽ എന്തായിരിക്കും നമുക്ക് അറിയാനുള്ള ഒരു കാര്യമാണത്? അവർക്ക് ഇപ്പം ഗ്രേഡ് 4 കയറുന്നവരാണെങ്കിൽ അവർക്ക് ഗ്രേഡ് 3 അങ്ങനെ ആ രീതിയിലുള്ള പ്രൊമോഷനാണ് കിട്ടുന്നത്. പിന്നെ ഒരു യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ അതിനകത്തുനിന്ന് ഏറ്റവും അവിടുത്തെ ഹയർ പോസ്റ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ലൈബ്രറിയാണ്. യൂണിവേഴ്സിറ്റി ലൈബ്രറി എന്ന് പറഞ്ഞാൽ കോളേജിൻ്റെ അസിസ്റ്റൻറ്റ് പ്രൊഫസറിന് തുല്യമായിട്ടുള്ള സ്റ്റാറ്റസ് സാലറി, അങ്ങനെയാണ് അവരെ അത് അങ്ങനെയാണ് നിർവഹിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ അതിന് കീഴിൽ ഡെപ്യൂട്ടി ലൈബ്രറിയനുണ്ട്, പിന്നെ അസിസ്റ്റൻറ്റ് ലൈബ്രറിയൻസ്മാരുണ്ട്, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്
ഡിസ്റ്റൻസ് ഉണ്ട്, പിന്നെ അങ്ങനെ ഓരോ രീതിയിൽ, പിന്നെ IT യുമായിട്ട് ബന്ധപ്പെട്ടുള്ള അങ്ങനെ ഈ പല തരത്തിലാണ് ഇവരെ തരംതിരിച്ചിരിക്കുന്നത്. അതിന് ക്വാളിഫിക്കേഷൻ എല്ലാം ഒന്ന് തന്നെയാണ്. പ്രൊമോഷൻ വരുമ്പോൾ എന്തായാലും ബേസിക് ക്വാളിഫിക്കേഷൻ നമ്മൾ ഉണ്ടായിരിക്കണം. ലൈബ്രറി സയൻസ് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അല്ലാതെ നമുക്ക് ഒരിക്കലും ഇതിൻ്റെ പ്രൊമോഷൻ ഒന്നും കിട്ടിപ്പോയില്ല. പിന്നെ ഡിഗ്രി PG അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. ഇപ്പോഴത്തേന്ന് പറഞ്ഞാൽ ഇപ്പോൾ MG യൂണിവേഴ്സിറ്റി നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈബ്രറി ഇൻഫർമേഷൻസ് പുല്ലേരിക്കുന്നിൽ ലൈബ്രറി സയൻസിൻ്റെ PG കോഴ്സാണ് നടത്തുന്നത്. ഞങ്ങളൊക്കെ പഠിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ ഡിഗ്രി കോഴ്സ് 1 വർഷം, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് PG കോഴ്സിന് ചെയ്ത് അങ്ങനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ആയിട്ടായിരുന്നു. അപ്പോൾ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞ് വരുന്നവർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ചിലപ്പം PGക്ക് വരികയില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ഈ കോഴ്സ് 5 വർഷമായിട്ട്, അത് 2020 മുതൽ നമ്മൾ ഈ കോഴ്സ് ഇൻ്റഗ്രേറ്റഡ് ആക്കി 2 ഇയേഴ്സ് PG ഡിഗ്രി ആക്കിയിരിക്കുക. അപ്പോൾ ഈ PG ഡിഗ്രിക്കുള്ള ക്വാളിഫിക്കേഷനാണ് എനി ഡിഗ്രി എന്ന് പറയുന്നത്. ഇപ്പം ലൈബ്രറി സയൻസിൻ്റെ ബാച്ചിലർ ഡിഗ്രിക്കാണെങ്കിലും ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രിയാണ്. പക്ഷേ ആ എനി ഡിഗ്രി കഴിഞ്ഞ് ബാച്ചിലർ ഓഫ് ലൈബ്രറി സയൻസ് പാസ്സായെങ്കിൽ മാത്രമേ 1 വർഷത്തെ മാസ്റ്റർ ഓഫ് ലൈബ്രറി ഇൻഫർമേഷൻ സയൻസിന് കയറാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, നേരെ നമ്മൾ ഈ PG കോഴ്സിലോട്ട് ചേരുകയാണ്. നമ്മളിപ്പം BA കഴിഞ്ഞ് MAക്ക് ചേരുന്നു പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു BAയോ BSCയോ BComോ BTechോ എന്തെങ്കിലും ഒരു കോഴ്സ് കഴിഞ്ഞാൽ അതിന് ആവശ്യമായ മാർക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആ മാനദണ്ഡങ്ങളനുസരിച്ച് നമ്മൾ PGക്ക് നേരിട്ട് വരിക. 2 വർഷം ഇവിടുന്ന് പഠിച്ചു പോകുന്നു. നമ്മളിവിടെ പഠിപ്പിക്കുന്ന എല്ലാ കുട്ടികൾക്കും ജോലി കിട്ടാനായിട്ട് പ്രതിജ്ഞാബദ്ധമാണ്. അതിനുവേണ്ടി നമ്മളെല്ലാ സോഴ്സുകളും, അതായത് ഇൻഫർമേഷൻ ലൈബ്രറിയുടെ വേക്കൻസി വരുന്ന എല്ലാ ഇൻഫർമേഷനും നമ്മൾ കുട്ടികൾക്ക് അയച്ചു കൊടുക്കും, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ തൊട്ട് അടുത്ത ബാച്ചിൽ നിന്നും 3 കുട്ടികൾ IITയിൽ ട്രെയിനിയായിട്ട് കിട്ടി. ഒരാൾ മുംബൈ, ഒരാൾ തിരുപ്പതി, മറ്റൊരാൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ. അപ്പോൾ അവിടെയൊക്കെ ഒരു ജോലി അല്ല ഒരു ട്രെയിനിയായിട്ട് തന്നെ കയറണമെങ്കിൽ നല്ല മിടുക്കുള്ള കുട്ടികൾക്ക് അത് കിട്ടുകയുള്ളൂ. പിന്നെ ഓരോ ബാച്ചിലും UGC നെറ്റ് അങ്ങനെയുള്ള പരീക്ഷ 1-2 കുട്ടികൾക്ക് വീതം എല്ലാ വർഷവും കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇതും കൂടെ, അതിനുവേണ്ടിയുള്ളൊരു പരിശീലനം കൂടിയാണ് ഞങ്ങൾ കൊടുക്കുന്നത് അധ്യാപകർ. ഓക്കെ. അതുപോലെ മിസ്സേ, ഈ ഒരു കോഴ്സിൽ, അതായത് നമ്മുടെ ലൈബ്രറി സയൻസിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ്? കുറേ ഉണ്ടെന്നറിയാം, പക്ഷെ എന്നാലും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ്? നമ്മൾ സാധാരണ ലൈബ്രറിയിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിന്റെ പേര് കോഹ എന്നാണ്. കോഹ, നല്ല പേര്. അപ്പോൾ അതിന്റെ ഗിഫ്റ്റ് എന്നാണ് ആ വേർഡിന്റെ മീനിങ് കോഹ. അപ്പോൾ ഇത് ഇപ്പോൾ MG യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലൊക്കെ കോഹയാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ ഒരു സോൾ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിരുന്നു ഉപയോഗിക്കുന്നത്. അതായത് അത് നമ്മുടെ ഇവിടെ തന്നെ ഇന്ത്യയിൽ തന്നെയുള്ള ഇൻഫർമേഷൻ ലൈബ്രറി നെറ്റ്വർക്ക് അഥവാ ഇൻഫ്ലിപ്നെറ്റ് എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ടുള്ളതായിരുന്നു സോള്. അവർ ഡെവലപ്പ് ചെയ്തെടുത്താണ് സോൾ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഫോർ യൂണിവേഴ്സിറ്റി ലൈബ്രറീസ് എന്നാണ്, അതായിരുന്നു ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അത് മാറ്റിയിട്ട് കോഹയാണ്, അത് കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് വരുന്നതാണ്. കോഹ എന്ന് പറയുന്ന ആ സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് പല മോഡ്യൂളുകളുടെ ആണ്. കാറ്റലോഗിംഗ് ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഉണ്ട്, സീരിയൽ കൺട്രോൾ, അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പല മോഡ്യൂളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഉപയോഗിച്ചാണ് ലൈബ്രറികൾ വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ ലൈബ്രറി, ഞങ്ങൾക്കൊരു സെൻട്രൽ ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിലും കോഹ ആണ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്തായാലും കോഹ നല്ല പേര് കേൾക്കാനും നല്ല സുഖമുണ്ട്. എന്തായാലും നല്ല സോഫ്റ്റ്വെയർസ് ഒക്കെ കിഡിലിനായിട്ട് ഇനിയും വരട്ടെ അല്ലേ? അതെ, ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും ലൈബ്രറി സയൻസിനെ പറ്റിയിട്ട് നമ്മൾ ഇനിയും അറിയുന്നുണ്ട്, കേൾക്കണം. പക്ഷേ പാട്ടുകൾക്ക് ശേഷം യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി, കാലത്തിനൊപ്പം അന്നയാണ് കൂടെയുള്ളത്. 89.6 FM സർഗക്ഷേത്ര. Once again, welcome back to ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായ ഉയരെ. ഇന്ന് എന്നോടൊപ്പം ലൈബ്രറി സയൻസ് എന്ന മേഖലയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാനും പഠിപ്പിച്ചു തരാനും നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് നമ്മുടെ സ്വന്തം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് CPAS MG യൂണിവേഴ്സിറ്റി പുലരിക്കുന്ന ക്യാമ്പസിലെ HOD ഉഷാകുമാരി മിസ്സാണ്. സോ മിസ്സേ, എങ്ങനെ ഒരു വിദ്യാർത്ഥി ഈ ഒരു ലൈബ്രറി സയൻസിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റും? അല്ലെങ്കിൽ എങ്ങനെയാണ് ആ കുട്ടിക്കുള്ള ഒരു വഴി മുൻപിലുണ്ടായിരിക്കേണ്ടത്? നമുക്ക് ഈ ലൈബ്രറി സയൻസിൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ട്. അത് 6 മാസത്തെ കോഴ്സാണ്. ഈ 6 മാസത്തെ കോഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ സംഭവങ്ങളും പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. പക്ഷേ ഇത് കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിക്കുന്നതായിരിക്കും ഒരു നല്ല ജോലിക്ക് സാധ്യമായതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിനുവേണ്ടി ഡിഗ്രി പാസ്സായതിന് ശേഷം ഈ കോഴ്സിൻ്റെ PG കോഴ്സ്, ഇപ്പം ഈ ഡിഗ്രി കോഴ്സുകൾ 1 ഇയർ കോഴ്സുകളൊക്കെ എല്ലായിടത്തും നിർത്തി വരിക. നിർത്തി വന്നിട്ട് ഇപ്പം എല്ലാം ഇൻ്റഗ്രേറ്റഡ് ആക്കി
2 വർഷത്തെ PG കോഴ്സാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് വരാനായിട്ട് എന്താണെങ്കിലും ഡിഗ്രി തന്നെ പാസ്സാകണം. ഡിഗ്രി പാസ്സായിട്ട് വരുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. നമുക്ക് കുറച്ചും കൂടെ അതിനകത്ത് കൂടുതൽ അറിവ് ആ ഫീൽഡിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഒരു ലൈബ്രറി മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തീരെ ചെറിയൊരു കാര്യമല്ല. ലൈബ്രറിയിലെ ഫിനാൻസ് ഉൾപ്പെടെ നമ്മൾ ചിലപ്പോൾ കൈകാര്യം ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊന്നും വീഴ്ച വരുത്താതെ, അതുപോലെ തന്നെ ലൈബ്രറിയിൽ പല ജോലികളുണ്ട്. ബുക്ക് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെക്കുമ്പം അതിനൊക്കെ ഓരോ നമ്പറും കാര്യങ്ങളുണ്ട്, അതൊക്കെ തെറ്റാതെ എടുത്ത് വെക്കണം. അതുപോലെ കാറ്റലോഗ് ചെയ്യുമ്പം ഒരു കുത്തും കോമയ്ക്കും സ്ലാഷിനും ഹൈഫനും എല്ലാത്തിനും ഓരോ അർത്ഥമുണ്ട്. അതിനനുസരിച്ചൊക്കെ അത് കൃത്യമായിട്ട് ചെയ്തു വെക്കണം. അതുപോലെ ലൈബ്രറി മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ബജറ്റിങ്, ഇപ്പം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെല്ലാം ഒരു ലൈബ്രറിനാണ് ചെയ്യേണ്ടത്. അപ്പം വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ്. അപ്പം ആ ഉത്തരവാദിത്തം ഏൽക്കുകയും ഒരു ലൈബ്രറി നീറ്റ് ആൻഡ് ക്ലീൻ, അതുപോലെ തന്നെ അടുക്കും ചിട്ടയായിട്ട് വെക്കാനും, അതുപോലെ തന്നെ കഴിവുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ തന്നെ നമ്മളിത് പഠിച്ചു കഴിയുമ്പോൾ അതിനുള്ളൊരു പരിശീലനം നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പം ലൈബ്രറി സയൻസ് ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും ഈ ഒരു കോഴ്സ് പഠിച്ചാൽ പിന്നെ ജോലി അത് ഉറപ്പുള്ള കാര്യമാണ്. നമുക്കിപ്പം എവിടെയെങ്കിലും നമ്മൾ പഠിച്ചിറങ്ങി ഇപ്പോൾ തോറ്റോര് വരെ ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്. ഞങ്ങളുടെ കോളേജിലൊക്കെ ലൈബ്രറി സയൻസിൻ്റെ സപ്ലി ഉള്ളവർ വരെ ഇപ്പം ചെന്നൈയിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് ഒരു കോഴ്സ് കംപ്ലീറ്റഡ് സർട്ടിഫിക്കറ്റ് മതി. പിന്നീട് വന്ന് സപ്ലി എഴുതി അവരതിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതി. അപ്പോൾ അത്രയ്ക്ക് ഡിമാൻഡുള്ളൊരു ജോലിയാണ്. അങ്ങനെയുള്ളൊരു കാര്യം ഇതിനകത്ത് ലൈബ്രറി സയൻസിനകത്തുണ്ട്. അപ്പം ഡിഗ്രി പാസ്സായ എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സ്വാഗതം ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ മിസ്സേ, എനിക്ക് അവസാനമായിട്ടൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് നമ്മൾ പറഞ്ഞല്ലോ പ്രായപരിധി ഇല്ലാതെ പോലെ എനി ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനും. സോ നമ്മുടെ ഈ ഒരു ടോക്കിന് ശേഷവും ഈ ഒരു മേഖലയിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടാവാം അല്ലേ? യെസ്. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഒരു ചെറിയ അഡ്വൈസ് എന്തായിരിക്കും? അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഏത് സമയവും നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. കാരണം നമ്മുടെ അവിടുത്തെ കുട്ടികൾ നമ്മൾ ഈ എന്താ പറയുന്നത്, സാധാരണ ഒരു കോളേജ് ലൈഫല്ല, അവിടെ ഒരു സ്കൂൾ ലൈഫ് പോലാണ്. നമ്മളവരെ ചേർത്ത് പിടിച്ച് വളരെ കുറച്ച് 30 സീറ്റാണ് നമുക്കവിടെ ഉള്ളത്. അപ്പോൾ ഈ 30 കുട്ടികളെ നമുക്ക് പേഴ്സണലായിട്ട് അറിയാം. അപ്പോൾ അത്രയും കുട്ടികളെ നമ്മളെ ചേർത്ത് പിടിച്ച് എല്ലാ കാര്യങ്ങളും അവർക്ക് ഏത് സമയത്ത് അവർക്ക് ഒരു അധ്യാപകനെ അല്ലെങ്കിൽ അധ്യാപികയെ സമീപിച്ച് അല്ലെങ്കിൽ ഫോണിൽ കൂടെ വിളിച്ചാണെങ്കിലും ഡൗട്ട് ചോദിക്കാനും എല്ലാം ഉള്ളൊരു സ്വാതന്ത്ര്യം നമുക്ക് അവർക്ക് കൊടുക്കുന്നുണ്ട്. ആ സ്വാതന്ത്ര്യവും ആ ഒരു കരുതലും നമ്മളെപ്പോഴും കുട്ടികളോടുണ്ടായിരിക്കും. അവരെ ഒരു ശത്രുക്കളായിട്ട് കാണുകയോ അല്ലെ അവർ നമ്മളെ ശത്രുക്കളായിട്ട് കാണുകയോ ചെയ്യുന്നൊരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകാതിരിക്കാനും ഞങ്ങൾ അങ്ങേയറ്റം പരിശ്രമിക്കും. അപ്പോൾ അത്രയ്ക്കൊരു കോപ്പറേറ്റീവായിട്ട് പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അത് അധ്യാപകരാണെങ്കിലും ഓഫീസാണെങ്കിലും ലൈബ്രറി ആണെങ്കിലും എല്ലാം ഒരേ മനസ്സോടുകൂടി ഒരേ രീതിയിൽ സ്നേഹത്തോടെ സഹവർത്തിത്വത്തോടെ പ്രവർത്തിച്ചു പോകുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അവിടെ എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും ഡിഗ്രി കഴിഞ്ഞ ആർക്ക് വേണമെങ്കിലും അവിടെ വന്ന് പ്രവേശനമെടുത്ത് പഠനം പൂർത്തിയാക്കി പോകാം. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് മുൻപേ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ മനസ്സറിഞ്ഞ് മനസ്സ് തുറന്ന് വായിക്കാനും ആ ഒരു വായന കൂടുതൽ ഇഷ്ടപ്പെടാനും ലൈബ്രറി സയൻസ് നിങ്ങളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. സോ ഇന്ന് നമ്മൾ ലൈബ്രറി സയൻസിനെ പറ്റിയിട്ടാണ് കൂടുതലായിട്ടും അറിഞ്ഞത്. മനസ്സറിഞ്ഞ് മനസ്സ് തുറന്ന് വായിക്കാൻ നിങ്ങളെ ഈ ഒരു മേഖലയിലേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി സ്വാഗതം ചെയ്യുകയാണ്. സോ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ മിസ്സിൻ്റെ ലൈഫ് എക്സ്പീരിയൻസും കൂടി നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മോടൊപ്പം ഇന്ന് ലൈബ്രറി സയൻസിനെ കൂടുതൽ ആഴത്തിൽ നമുക്ക് പറഞ്ഞു തരാൻ കൂടെ ഉണ്ടായിരുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് CPAS MG യൂണിവേഴ്സിറ്റി പുലരിക്കുന്ന ക്യാമ്പസിലെ HOD ഉഷാകുമാരി മിസ്സായിരുന്നു. മിസ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിലും ഒരുപാട് താങ്ക്സ് പറയാണ് കേട്ടോ. താങ്ക് യു. ഓക്കെ. അപ്പോൾ എന്തായാലും ഇനിയും കിഡ്ലൻ പരിപാടികൾ വരുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.